എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണം പഴയകാല നാസി ജർമ്മനിയെ പോലെയോ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെയോ ഇന്ത്യയിലെ അവസ്ഥ എത്തിച്ചേർന്നോ? സംശയമൊന്നും വേണ്ട. അത് ഓരോ ദിവസവും കഴിയുന്തോറും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിവൈഡ് കൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ തെക്കേ ഇന്ത്യയിൽ അത്ര അനുഭവിക്കാതിരിക്കുന്നത്. ഇപ്പൊ യു പിയിലാണെങ്കിൽ ഇങ്ങനൊരു സിനിമ എടുക്കപ്പെടത്തില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനൊരു സിനിമ എടുക്കാൻ തന്നെ അവരെ ആലോചിക്കാനൊക്കത്തില്ല. അവിടുന്നുണ്ടായ കാശ്മീർ ഫയലും കേരള സ്റ്റോറിയൊക്കെ തന്നെയായിരിക്കും അവിടുന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഉള്ള ഒരു അത്തരത്തിൽ നിലപാടെടുത്ത ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ആരും തയ്യാറാകത്തേയില്ല. അപ്പൊ അത് തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസവും ഉണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു രാജ്യം, നമ്മൾ നേരത്തെ സെക്കുലറായിട്ടുള്ള മതേതര വീക്ഷണത്തോട് കൂടിയിരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള തയ്യാറാകുന്ന നിലവാരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇന്നും ഈ തെക്കേ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് എടുക്കപ്പെട്ടത്. സിനിമയുടെ ഗമയോ അതിന്റെ ശരിയോ അല്ലെങ്കിൽ അത് സാങ്കേതികമായി കൊള്ളാവുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ അതിന്റെ രാഷ്ട്രീയം മാത്രമേ ഇവിടെ പറയുന്നു. ഈ ഇത്തരത്തിലുള്ളൊരു സിനിമ അഡ്രസ് ചെയ്ത് അത് ആ വിഷയം ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് മൂടി വെക്കപ്പെട്ടിരുന്നതാണ്. പ്രത്യേകിച്ചും ഗോത്ര ഇഷ്യൂ, വംശീയഹത്യയെ പറ്റിയല്ല, ആ ഗോത്ര ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നിടത്തേക്ക് ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ഏരിയ അത് ഓപ്പൺ ചെയ്തു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഞാനതിന് അല്പം പോലും കുറച്ച് കാണുന്നില്ല. വളരെ കോടതികളും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലിരിക്കുന്ന നമ്മളിപ്പോ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നതും എല്ലാം പരമാവധി ശ്രമിച്ചു മൂടി വെച്ചിരിക്കുന്ന അതിനെ പറ്റിയുള്ള എന്നുവെച്ചാൽ വേറൊരു ഡിസ്കഷൻ തന്നെ എന്നുവെച്ചാൽ ഇവിടുത്തെ മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ കഴിഞ്ഞത് ചെറിയതല്ല. ഞാനത് സിനിമയുടെ സത്യത്തിൽ രാഷ്ട്രീയമായ ആവശ്യം കഴിഞ്ഞു. അത് വെട്ടിത്തിരുത്തുന്നതുകൊണ്ടൊന്നും ഇനി അത് പരിഹരിച്ചു പോകത്തില്ല. രാഷ്ട്രീയമായിട്ടുള്ള ആ ഡിസ്കഷൻ ഉണർത്തി എന്നുള്ളതാണ് ആ സിനിമ വിജയിച്ചു കഴിഞ്ഞു. അങ്ങനെ രാഷ്ട്രീയമായി വിജയിച്ചു കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ നിശബ്ദമാകുന്നതും എടുത്ത് കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കല്ല് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മര്യാദയ്ക്ക് ചെയ്യുന്ന പോലെ നമുക്കറിഞ്ഞൂടെ, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പണം എടുത്തിരിക്കുന്ന മുതലാളിമാരായ ഗോകുലം ഗോപാലിനെ പോലുള്ളവർക്കൊക്കെ ധാരാളം അവർക്ക് മുമ്പോട്ട് പോകാനേ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുമെന്നും, മോഹൻലാലിന് എന്തായാലും ആനക്കൊമ്പ് തൊട്ടുള്ള ആളല്ലേ, അപ്പൊ അതെല്ലാം പൊങ്ങി വരാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ കാണാൻ പറ്റണം. നമുക്ക് ആർക്കും കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഈ എന്താ പറയണ്ടേ, ഈ മീഡിയ അടച്ചുപൂട്ടാൻ വലിയ സമയമൊന്നും വലിയ ചെലവും നമുക്ക് രണ്ടുപേർക്കും വലിയ നഷ്ടമൊന്നുമില്ല ഇത് അടച്ചുപൂട്ടും. അതുപോലല്ലോ, നല്ല ചെലവ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമ ഓടിക്കാൻ കഴിയാതാക്കി കളയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് കൺഫ്രണ്ട് ചെയ്യണ്ട. ഞാന് പരമാവധി റോഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മറ്റുള്ള ആളുകളുടെ ഒരു സമ്പത്ത് സംഘടിപ്പിച്ചും എടുത്തുമൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ആ പറയുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നൊക്കെ എനിക്ക് രാഷ്ട്രീയം അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. അതൊരു സത്യസന്ധതയുടെ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ആ സിനിമ, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ മുരളിയും അതെടുത്ത പൃഥ്വിരാജും അതിനകത്ത് അഭിനയിച്ച മോഹൻലാലും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്തത്. അറിയാതെ അത് ചെയ്യാൻ ഒക്കത്തില്ല. അവര് കാണാതിരിക്കാനൊക്കത്തില്ലല്ലോ. അവർ സിനിമ കണ്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും നമ്മളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ആ സിനിമ എടുക്കാൻ പോയ അവര് അതിന്റെ രാഷ്ട്രീയമായ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞു. അത്രയാ ഞാനത് കാണുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അത് കാണാതിരിക്കുന്നതിന്, അതുകൊണ്ടാണ് പറഞ്ഞത് ആ സിനിമ ഇനി നമുക്ക് തൂത്തുകളയാനും ഒക്കത്തില്ല. അതിപ്പോ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഡിസ്കഷൻ ഇല്ലാതായി പോകത്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായ ആവശ്യം ഒന്ന് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി പാവം പിടിച്ച
അതിനകത്ത് അഭിനയിച്ചവനും അതെടുത്തവനും അതിന്റെ മുതലാളി എല്ലാവരും കൂടെ കുറച്ച് കാശുണ്ടാക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഇനി അതിനകത്ത് അതിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായിട്ട് ആ വിഷയങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം അത് അതിന്റെ ദൗത്യം നിർവഹിച്ചു കഴിയും. ഞാൻ അങ്ങനെയാ അത് കാണുന്നത്. കാരണം ഇനി ഈ ഭൂതത്തിനെ കുടത്തിൽ അടയ്ക്കാനൊക്കത്തില്ല. അത് ആളുകൾ തമ്മിൽ സംസാരിക്കുകയും പറയുകയും എല്ലായിടത്തും ഈ ഗോത്ര ഇഷ്യൂ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഗുജറാത്ത് വംശഹത്യ നടത്തിയതാണെന്ന് അന്ന് ടീസ്റ്റേ ഒക്കെ കൂടെ ഇരുന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പോയിട്ട് ഞാനും എല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും നിസ്സഹായരായി പോയതാണ്. അന്നത്തെ കോടതിക്കകത്തു നിന്ന് ഒന്നും നീതി കിട്ടത്തില്ലെന്നും ഈ എന്താ അത് പറഞ്ഞ 2 പോലീസുകാർ ഒരുത്തൻ അവിടുന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ഒരുത്തൻ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് നിശബ്ദമാക്കി കളഞ്ഞതൊന്നാണ്. ഗോത്രയുടെ ഇഷ്യൂ പുറത്തു നിന്നൊരു അറ്റാക്ക് കൊണ്ടല്ല എന്നും അതൊരു ആക്സിഡന്റ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് തീ വെച്ചതാണെന്ന് നമുക്ക് എന്ന് ഞാൻ അകത്തു നിന്നാണ് തീ ഉണ്ടായത് എന്നുള്ളത് അന്നത്തെ ഫോറൻസിക് റിപ്പോർട്ടിൽ നമ്മളെല്ലാവരും ഞാനൊക്കെ എത്രയോ തവണ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം മുങ്ങിപ്പോയതാണ്, അത് മറഞ്ഞു പോയതാണ്. അപ്പൊ എന്നും ഗുജറാത്ത് വംശഹത്യയെ പറ്റി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധാരണയുള്ള ആളുകൾ ഇത് പറയുമ്പം ഈ അതിനകത്ത് മരിച്ചവരെ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഒന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ച ആളുകൾ നിശബ്ദരാക്കി കളയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അന്നത്തെ ഫോറൻസിക് റിപ്പോർട്ട് എല്ലാം നമ്മളെല്ലാവരും നോക്കിയിട്ടുള്ളതാണ്. അതിനകത്തു നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ കഴിഞ്ഞ ഒരു 4-5 സിനിമ വടക്കേ ഇന്ത്യക്കാരുണ്ടാക്കി കേരളത്തിലോട്ട് അയച്ചിട്ടുള്ള കേരള ഫയൽസിനും കേരള സ്റ്റോറിയോ കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ തരത്തിലുള്ള സിനിമകളുടെ മറുപടി ഈ സിനിമ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് അതിനെ വികസിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് മറ്റൊരു വശമാണ്. ഇനി അതിനകത്ത് ആ സിനിമ ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തിട്ടല്ല, അതിനുവേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്തവരും അത് നടത്തിക്കൊണ്ടു പോകുന്നവർക്കും അതിനകത്ത് നിന്ന് തടിയൂരിക്കൊണ്ട് പോരാനും കഴിയുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. സിനിമ രാഷ്ട്രീയമായി വിജയിച്ചു കഴിഞ്ഞതാണ്, അതിന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയ മുരളിയാണ് ഞാൻ ഒന്നാമത് എടുക്കുന്നത്. രണ്ടാമത് അതിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ച പൃഥ്വിരാജിന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഒരു മൃദു സംഗീതം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ശങ്കിക്കുന്ന മോഹൻലാലും അതിനകത്ത് പങ്കുചേർന്ന് അതൊരു സ്പെക്ടാക്കിൾ ആക്കി എല്ലാവരുടെ നടുവിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഈ വിഷയം വീണ്ടും ഒന്നേന്ന് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ RSS സംഘത്തിന് ബാധ്യത വരുത്തി എന്നുള്ളതും ചെറിയ കാര്യമായി ഞാൻ കാണുന്നത്. ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടില്ല. ഇതിന് കാണാമെന്ന് ഞാൻ എഴുതി പ്രഖ്യാപിച്ചതാണ്. അത് OTT വരുമ്പോൾ ഞാൻ കാണുന്നുണ്ടാകും. അത് എനിക്കത് കാണുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ കൊണ്ട് കാണുന്നതാണ്. അല്ല ഞാൻ ആ സിനിമ കാണാത്ത ഞാൻ അങ്ങനത്തെ ഒരു സിനിമകൾ എടുക്കുന്നതിന് കണ്ടു സാധാരണഗതിയിൽ അതിനെ മറ്റു തരത്തിൽ വിമർശിക്കപ്പെടേണ്ടതായ സിനിമകളായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്തത് കാരണം കൊണ്ട് അതിന് ഫുൾ സപ്പോർട്ടാണ്. സാധാരണഗതിയിൽ ഞാൻ ആ സിനിമ കാണില്ല. ഇത്തരത്തിലുള്ള ഇത് പറഞ്ഞാൽ അതൊരു എന്റർടൈനർ എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറക്കാറുള്ളത്. അപ്പൊ അതൊരു കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിപ്പോ ഒരു രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ ഒരു വശം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഒരു ഡിസിപ്ലിൻ എന്നുള്ള നിലവാരത്തിൽ, അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള നിലവാരത്തിൽ ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് അതിന്റെ കട്ട് ചെയ്ത വേർഷൻ ഉള്ളത് കൊണ്ടൊന്നുമല്ല, വെറും രാഷ്ട്രീയമായ സപ്പോർട്ട് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം ആ സിനിമ കാണുന്നത്. അപ്പൊ അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത്രയും കഴിയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഈ രാഷ്ട്രീയമായ സപ്പോർട്ടാണ്. ഞാൻ നല്ല സിനിമയാണെന്നോ ഇതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ആ സിനിമ എടുക്കുമ്പം എന്തായാലും ഈ കഴിഞ്ഞ 2 സിനിമ അവിടുന്ന് ഇറക്കി ഈ കേരളത്തിലെല്ലാ ഇന്ത്യ മുഴുവനും ഇട്ട് ഈ കേരളത്തിനെയും തെക്കേ ഇന്ത്യക്കാരെ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെ ഒരുപോലെ കുറ്റവാളികളാക്കി മാറ്റിയിരിക്കുന്ന, അതിനുവേണ്ടി പ്രചരിപ്പിച്ചിട്ടുള്ള കാശ്മീർ ഫയൽസും അതിനുവേണ്ടി ഉണ്ടാക്കിയ കേരള സ്റ്റോറിക്കും ഇത്രയും നല്ലൊരു മറുപടി കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങള്
അവര് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സപ്പോർട്ട് തന്നെ അവർക്ക് എക്സിസ്റ്റൻസിന് തടസ്സമായിട്ട് വരാതിരിക്കേണ്ടതും കൂടെ നമ്മൾ കാണേണ്ടത്. RSSകാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയിട്ട് ഇനി ഇത് അങ്ങനെ ആണോ എന്ന് ചോദിച്ച് സംശയമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്പലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ ഈ പറയുന്ന എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അവര്. കുംഭമേള ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. മറ്റേ ഹോളി ആഘോഷത്തിന് പള്ളി മുഴുവൻ പൊതിഞ്ഞു കെട്ടിച്ച് ഇരിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലിരുന്നുകൊണ്ട് ഈ സിനിമ നിരോധിച്ചില്ല എന്നുള്ളത്, സിനിമയുടെ കട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ അവരുടെ കയ്യിലല്ലാത്തത് കൊണ്ടാണ്. അല്ല, ഒരാള് അതിനകത്ത് അഭിനയിച്ചവരും ആ ആളുകള് ഇനിയൊരു സിനിമ എടുക്കത്തില്ല എന്നുള്ളത്, ജീവനോട് ഇരിക്കാൻ സാധ്യതയില്ലാത്തടത്തേക്ക് പോയേനെ. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. വലിയ വിലയുണ്ടായി. മാത്രമല്ല, അത് ഈ മൂടി വെച്ചിരുന്ന സാധനം ഇനി അവർക്ക് അത്ര എളുപ്പമല്ല. ഈ ഭൂതത്തിനെ ഇനി അവർക്ക് തിരിച്ച് ഈ കുടത്തിനകത്ത് കയറ്റാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ആ സിനിമയുടെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പറച്ചിലും എല്ലാം കൊണ്ട് അവര് ജീവനോട് ഇരിക്കാനും കൂടെ കഴിയാതാക്കുന്നതിന് ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ഒരു നമ്മൾ കാണിക്കേണ്ട ഒരു മിനിമം ഇത് ഉണ്ട് എന്ന് അത്രയേ പറയാവൂ. പറയാതൊക്കെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായ ശരി. ഇത് ഞാൻ പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ബാനിങ് ഇറ്റ് ഇതോ ഒന്നും അവര് പറഞ്ഞില്ല. അവരെല്ലാവരും മിണ്ടാതിരുന്നു. പക്ഷെ ആ മിണ്ടാതിരുന്നിട്ട് അവരെന്താ ചെയ്തത്? ഓർഗനൈസർ എഴുതി. രാജീവ് ചന്ദ്രശേഖർ ആദ്യം പറഞ്ഞ വരിയല്ലല്ലോ രണ്ടാമത് ഞാൻ ഇനി സിനിമ കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പം ഗവൺമെന്റ് ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നതിന് അതെന്തുവാണ്? അത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അതങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്, നിശബ്ദമാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ബലം. നമുക്കിത് കാണാമല്ലോ. ഇത് എടുത്തത് അത്ഭുതകരമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അത് ഇത്രയും വലിയ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് അത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. അതിനെന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്, ആ എഴുതിയവരോ അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിച്ചവരോ ഇത് പറയേണ്ടതുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുള്ളവരോ ചെയ്ത കാര്യം അത് നടന്നു കഴിഞ്ഞു എന്നുള്ള ഞാൻ പറഞ്ഞത്. ആ സിനിമ ഇനിയിപ്പോ അവരങ്ങനെ നിരോധിച്ചെന്ന് വെച്ചോ, അപ്പോഴും അതിന് ആർക്ക് നടന്നു കഴിഞ്ഞു. അത് ഇവരിങ്ങനെ അവര് കട്ട് ചെയ്ത് അതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൊരു നെഗോഷിയേഷനാണ്. ആ നെഗോഷിയേഷനാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. പക്ഷെ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ എന്താണ് ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞ അത് നിരോധിക്കപ്പെടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. മാത്രമല്ല, അത് മുഴുവൻ ഇത്ര ആളുകൾ കണ്ട് അത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവനും കക്ഷി തിരിഞ്ഞ് ചർച്ച ചെയ്ത് ഈ ഗോത്ര കലാപം എന്ന് പറഞ്ഞാൽ അത് മറന്നിരുന്ന കാര്യമാണ്. അത് തിരിച്ച് ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും കീ ആയ പോയിന്റ് ആണത്. അവിടെ നടന്നത് ഒരു റിട്ടാലിയേഷൻ ആണെന്നാണ് അവരെപ്പോഴും പറയാറുണ്ടായിരുന്നത്. അത് അവിടെ ഈ മുസ്ലിംസ് ആയിരിക്കുന്ന അവിടുത്തെ കച്ചവടക്കാർ, വെറുതെ നമുക്ക് അവിടുത്തെ കച്ചവടക്കാർ പോയിട്ട് ഒരു വലിയ ഒരു അത് നടുക്കുള്ള ഒരു ഇതിനകത്ത് ഒരു ബോഗിയിൽ ഇത് ചെയ്ത് ഇതൊക്കെ അത് പറയുമ്പോൾ അവിടെ നടന്നിട്ടില്ല എന്ന് അന്നത്തെ എല്ലാ പോയി ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച എല്ലാവരും പറഞ്ഞ ഒരു കാര്യമായിരുന്നു. അത് തീ അകത്തു നിന്നാണ് ഉണ്ടായതെന്ന്. ഇത് നമ്മളെല്ലാവരും പോയതാണെന്ന്. ഞാനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഈ കാരണം കൊണ്ട് തന്നെ അത് പോയി അന്വേഷിക്കുകയും ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ അത് നിശബ്ദമായി അത് അവരുണ്ടാക്കിയ ഒരു നറേറ്റീവ് മാത്രമേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും അത് പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ യഥാർത്ഥത്തിൽ മുസ്ലിംസ് തീവ്രവാദികളാണെന്ന് ഈ ഇന്ത്യക്കാരോട് പറയാൻ പറ്റിയ ഏറ്റവും വലിയ സാധനം ഇതായിരുന്നു. അത് ഒരു ഫ്രെയിമപ്പാണ് അവരവതരിപ്പിച്ച ആണ്. ഇങ്ങനെ അത് പ്രചരിപ്പിച്ചാണ്. അവർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റിന് കരുതിയിരിക്കുകയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലായിടത്തും അങ്ങനെ 3 ദിവസം ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിദ്വാൻ ഇത് ചെയ്ത് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറയാത്ത ആളുകളെന്നില്ലായിരുന്നു. പോലീസുകാരില്ല. പറഞ്ഞ അതിന്റെ DGP ആയിട്ടിരുന്ന അയാൾ ഗുജറാത്ത് വിട്ടുപോകാൻ ബാധ്യത വന്ന് മറ്റൊരുത്തൻ ജയിലിൽ നിന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാര്യം.
അതുകൊണ്ട് ആ സിനിമയുടെ രാഷ്ട്രീയ ദൗത്യം അത് നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് ബാൻ ചെയ്താലും അത് എഡിറ്റ് ചെയ്താലും ഒന്നും ഈ ഇറക്കി വിട്ടിരിക്കുന്ന ഭൂതം എന്ന് ഞാൻ നമുക്ക് ശരിക്കും പറഞ്ഞ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ ബാധ്യത വരുത്തിയിട്ടുണ്ട് ആ സിനിമ. അതുകൊണ്ട് ആ സിനിമ ആ നിലവാരത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ഞാൻ അതിന് ആ നിലവാരത്തിൽ സിനിമയുടെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അത് തന്നെ വേറെ ഒന്നും ഞാൻ പറയുന്നേ. പക്ഷെ ഗോത്ര കലാപം അല്ല, ഗോത്ര തീവെപ്പ് എന്ന് പറഞ്ഞു വരുന്നത് തീവെപ്പല്ല, ഉണ്ടായ തീ അത് അകത്തു നിന്നാണ് ആ തീ ഉണ്ടായതെന്നും ആ അകത്ത് ആരെങ്കിലും തീ വെച്ചതാണോ എന്ന് സംശയിച്ചിരുന്ന ഒരു തലം കൂടായിരുന്നു. എന്തായാലും അത് ഉപയോഗിച്ച ആൾക്കാർ, ഇന്നത്തെ പ്രൈം മിനിസ്റ്ററും ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഒരുപോലെ ആ വിഷയം മറക്കണം, ഇത് ഒരിക്കലും ഇനി രണ്ടാമത് ചർച്ചയ്ക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നത് ഇനി അത് കഴിയാത്തത്രയും ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ ബാധ്യത വന്നത് ഇത്രയും വലിയൊരു സിനിമ എടുത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളൊക്കെ ഇനി എത്ര നാളിരുന്ന് ഇവിടെ ഇരുന്ന് ആയിരക്കണക്കിന് ചെറിയ ചെറിയ ഇതിനകത്തോടെ ഇരുന്ന് സംസാരിച്ചാലൊന്നും ആളുകളുടെ മനസ്സിൽ പതിയത്തില്ല, ചർച്ച ചെയ്യത്തില്ല, അതിന്റെ സൂക്ഷ്മതകൾ അന്വേഷിക്കത്തില്ല. ഇത് മുഴുവൻ ചെയ്യാൻ അതിന് ബാധ്യത വന്നു എന്നുള്ളത് കൊണ്ട് അത്ര എളുപ്പമല്ല ഇവിടുത്തെ എന്താ പറയേണ്ട വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയായ RSSന് അത് മൂടി വെക്കാൻ ഇനി കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിന് ഫുള്ള് മാർക്ക് ഇന്ന് അതിനെ അവര് ലെജിറ്റിമൈസ് ചെയ്ത് പിന്നീട് നിരന്തരമായി ഉണ്ടായിരുന്ന എന്തിനാണ് ബോംബെയിലെ കലാപം പോലും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലുള്ള ആൾക്കാരാണെന്ന് വരെ നമുക്ക് സംശയിക്കുന്ന നിലവാരത്തിലാണ് കാര്യം നിൽക്കുന്നത്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ ബാധ്യത വരും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് എളുപ്പമല്ല, മൂടിപ്പോകത്തില്ല. അതൊരു അവരുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇനി അത്. ഇത് ഉടനെ ഒന്നും കെട്ടടങ്ങത്തില്ല. എല്ലാ ആളുകളും ചർച്ച ചെയ്യും, ചർച്ച ചെയ്യാൻ ബാധ്യത വരും.